രൂപതകളിലൂടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പതിവ് പോലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തക്കല രൂപതയുടെ ചരിത്രമാണ്. കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ സഭയിലെ രൂപതയാണ് തക്കല. 1996 നവംബർ 11 രൂപത സ്ഥാപിതമാകുന്നത്. മാർ ജോർജ് ആലഞ്ചേരി പിതാവായിരുന്നു ആദ്യത്തെ മെത്രാൻ. രൂപതാ ചരിത്രം, അജപാലനം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, മറ്റു പ്രവർത്തനങ്ങൾ രൂപതാ മെത്രാൻ മാർ ജോർജ് രാജേന്ദ്രൻ പിതാവിൽ നിന്നും മറ്റു വൈദികരിൽ നിന്നും നമുക്ക് തിരിച്ചറിയാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് കാണുന്ന തക്കല രൂപത അത് ദൈവത്തിൻ്റെ വലിയ കരുണയും കാരുണ്യവും നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രദേശമാണ്. അതൊരു രൂപതയാണ്. പക്ഷേ ചരിത്രത്തിൻ്റെ ആ വരികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ച, ഇതിവിടെ സ്ഥാപകമാകാൻ ഒത്തിരി കഷ്ടപ്പാടുകളും പ്രാർത്ഥനകളും ദുരിതങ്ങളും ഒത്തിരിയേറെ വൈദികര്, സന്യസ്തര്, ദൈവജനങ്ങൾ ഏറ്റെടുത്ത് ജീവിച്ച് സഹിച്ച് പോയതിൻ്റെ വലിയൊരു അടയാളമാണ് ഇന്നത്തെ തക്കല രൂപത. 1952 പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റായിരുന്ന കാർഡിനൽ ടിസറാങ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം കേരളത്തിലും ചങ്ങനാശ്ശേരിയിലുമെല്ലാം വന്ന് സന്ദർശനം നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ പിതാവിന് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1955 മാർപ്പാപ്പ ആയിരുന്ന 12 പിയൂസ് മുൾത്തേരിയും ഫിദിലിയും എന്ന പേപ്പൽ ബൂള വഴി ചങ്ങനാശ്ശേരിയുടെ അതിർത്തി, തെക്കേ അതിർത്തി, പമ്പാ നദിയിലിരുന്ന അതിർത്തി കന്യാകുമാരി വരെ നീട്ടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കന്യാകുമാരിയിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത്. കന്യാകുമാരി ജില്ലയിൽ മിഷൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ ചിറ്റൂരച്ചൻ ആ വിവരം കാവുകാട്ട് പിതാവിനെ അറിയിക്കുകയും കാവുകാട്ട് പിതാവ് അന്ന് വികാരി ജനറലായിരുന്ന LJ ചിറ്റൂർ അച്ഛനെ അത് അന്വേഷിക്കുവാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ചിറ്റൂരച്ഛനും ആന്റണി കായ്ത്തറ അച്ഛനും ഗ്രിഗറി തൈച്ചേരി അച്ഛനും ചേർന്ന് കന്യാകുമാരി ഏരിയയിൽ ഒരു സന്ദർശനം നടത്തിയുണ്ടായി. അവരൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ട് അവിടെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് മിഷനറീസ് ഇവിടെ വരികയും അന്ന് ആര്യങ്കാവിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന സക്രിയാസ് കായ്ത്തറയച്ചനെ നിയോഗിക്കുകയും ചെയ്തു. സക്രിയാസ് കായ്ത്തറയച്ചൻ നിദ്രവിളയിൽ വന്ന് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. സക്രിയാസ് കായ്ത്തറയച്ചനോട് ചേർന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള വൈദികരുടെ ഒരു നിരയുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് മടത്തിലച്ചൻ, മുട്ടത്തൂന്നലച്ചൻ, മഞ്ചേരിക്കളച്ചൻ, വീട്ടുവേലിക്കുന്നലച്ചൻ, ഞള്ളത്തുവേലച്ചൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവരുടെ എല്ലാ പ്രവർത്തന ഫലമായിട്ട് ഇവിടുത്തെ ആളുകളുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനം വളരെ ഫലവത്തായിട്ട് നടക്കുകയുണ്ടായി. അന്നത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് പകർച്ചവ്യാധി യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുടെ മേഖലയിലാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ദാരിദ്ര്യം ഒത്തിരിയേറെ ഈ മേഖലയിൽ ഉള്ള ആളുകളെ കഷ്ടപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ പ്രദേശത്തേക്ക് അയക്കപ്പെട്ട മിഷണറിമാർ ആദ്യം ശ്രദ്ധിച്ചത്
മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഫുഡ് ഫോർ ലേബർ, വേലയ്ക്ക് ഉണവ് പദ്ധതി ഉണ്ടാവുകയാണ്. അന്ന് പൈസയല്ല ശമ്പളമായിട്ട്, മറിച്ച് ഭക്ഷണ സാധനങ്ങളാണ് കൊടുക്കുന്നത്. അത് ജനങ്ങൾക്ക് വളരെയേറെ ഒരു ആശ്വാസമായി മാറി. അങ്ങനെ ജോലി സാധ്യത, ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുക, ഇത് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ ഈ കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷകളിലേക്കൊക്കെ കടന്നു വരാനായിട്ട് ഇടയായി. അങ്ങനെയാണ് ഇവിടെ കന്യാകുമാരി മിഷൻ സ്ഥാപിതമായതും. അത് ആദ്യം പടന്താലമൂട്, സൂസൈപുരം, അതായത് കാക്കവിള, നിദ്രവിള, ഈ 3 സ്ഥലങ്ങളിലാണ് തുടങ്ങിയത്. ഏറ്റവും ആദ്യത്തെ സ്ഥലം നിദ്രവിളയാണ്. നിദ്രവിളയ്ക്ക് തുടർച്ചയായി പടന്താലമൂട്, പാഞ്ചവിള, കാക്കവിള, സൂസൈപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് ഇവരിട്ട പേര് കന്യാകുമാരി മിഷൻ എന്ന പേരിലാണ് ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. എന്നാൽ ഓർക്കണം, ഇത് സിറോ മലബാർ സഭയുടെ ആദ്യമായിട്ടുള്ള ഒരു മിഷൻ പ്രദേശമാണ്. പ്രത്യേകിച്ച് അതുവരെ സിറോ മലബാർ സഭ കേരളത്തിൽ മലയാള കമ്മ്യൂണിറ്റീന് മാത്രം എന്ന് ഉള്ളടക്കി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം ഇന്ന് അതിനെ വിട്ട് തമിഴ്നാട്ടിലെ തമിഴ് ജനങ്ങൾ, ലാംഗ്വേജ്, കൾച്ചർ, ജനങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായ ഒരു മണ്ണിൽ സ്ഥാപിക്കുവാൻ ഇടയായതിൻ്റെ പിന്നിൽ വൈദികരുടെയും സന്യാസികളുടെയും ഒത്തിരി കഠിന അധ്വാനമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം 1967 ആണ്ട് തിരുവനന്തപുരം CMI പ്രോവിൻസിൻ്റെ വൈദികരെയും കന്യാകുമാരിയിലേക്ക് അയക്കുകയുണ്ടായി. ഈ വൈദികരും ചേർന്ന് മിഷൻ പ്രവർത്തനം സജീവമാക്കി. തുടർന്ന് സന്യാസിനി സമൂഹങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുവാനായിട്ട് വരികയുണ്ടായി. ആദ്യമായി വന്നത് SH കോൺഗ്രിഗേഷനാണ്. ആ കോൺഗ്രിഗേഷനെ തുടർന്ന് CMC, FCC, ASMI, ST തുടങ്ങിയ കോൺഗ്രിഗേഷൻസും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അന്നത്തെ ആ വൈദികർ ഇവിടെ വന്നപ്പോൾ ഇതൊരു മരുഭൂമിയായിട്ടാണ് അവർ കണ്ടത്. കാരണം ഇവിടെ അന്ന് കോട്ടാർ രൂപത ഉണ്ടായിരുന്നെങ്കിലും CSI സഭ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്രൈസ്തീയ സഭകൾ ഉണ്ടായിരുന്നെങ്കിലും പാവപ്പെട്ട മക്കൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ യഥാർത്ഥമായ പ്രശ്നങ്ങളെന്ന് പറയുന്നത് വിദ്യാഭ്യാസം, പിന്നെ പട്ടിണി, ജോലിയില്ലായ്മ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലിരുന്ന ജനങ്ങളെ നോക്കുവാനും അവരുടെ പ്രശ്നങ്ങളെ കണ്ടറിയുവാനും അവരെ സഹായിക്കുവാനും വേണ്ടിയിട്ട് നമ്മുടെ അന്ന് ചങ്ങനാശ്ശേരിയിലുള്ള പിതാക്കന്മാരും അവിടുത്തെ വൈദികരും അവിടുത്തെ സന്യസ്തരും സന്മനസ്സായതിൻ്റെ വലിയ ഒരു നേട്ടവും അടയാളവുമാണ് ആ കന്യാകുമാരി മിഷൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ചങ്ങനാശ്ശേരി രൂപതയിലുള്ള വൈദികരോട് പിന്നെ CMI വൈദികർ ജോയിൻ ചെയ്തു, പിന്നെ SH സിസ്റ്റേഴ്സ് ജോയിൻ ചെയ്തു, CMC സിസ്റ്റേഴ്സ് ജോയിൻ ചെയ്തു, FCC സിസ്റ്റേഴ്സ് വന്നു. അങ്ങനെ ഒത്തിരിയേറെ വൈദികരും സന്യസ്തരും അവർക്ക് ഫോറിൻ എന്ന് പറയുന്ന വ്യത്യസ്തപ്പെട്ട ഒരു മണ്ണ്, ആചാരങ്ങൾ അല്ലെങ്കിൽ കസ്റ്റംസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ വന്നു. അന്നത്തെ കാലഘട്ടത്ത് ഈ വൈദികരെല്ലാം സാധാരണമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ച് സാധാരണ ഈ പാവപ്പെട്ട മക്കളോട് ഇണങ്ങി ജീവിക്കുവാനുള്ള മനസ്സ് അവർക്കൊത്തിരി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ തക്കല രൂപത എന്ന് പറയാം. അങ്ങനെ മിഷൻ പ്രവർത്തനം വ്യാപിച്ച് വളരെ ഭംഗിയായിട്ട് നടക്കുമ്പോഴാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവർക്ക് ജോലിയും വിദ്യാഭ്യാസവും. അത് അന്നത്തെ പിതാക്കന്മാർ
അന്നത്തെ വൈദികർ അത് തുടങ്ങുവാനും അതുവഴി ജനങ്ങളെ സഹായിക്കുവാനും സന്മനസ് കാട്ടി. നമുക്ക് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു, അതുവഴി ജനങ്ങളെ സഹായിച്ചു. പിന്നെ റീജിയണൽ മീഡിയം, തമിഴ് മീഡിയം സ്കൂളുകളൊക്കെ തുടങ്ങി. അതുവഴി പിന്നെ സന്യസ്തർ സ്കൂളുകളൊക്കെ തുടങ്ങി. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പിൽ വന്നു. പിന്നെ കണ്ടത് കന്യാകുമാരി ജില്ലയിലെ ഒട്ടേറെ കുടുംബങ്ങളിലെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂള് തുടങ്ങി. പിന്നെ അവർക്ക് അവരുടെ ഈ ലേഡീസിനും കുഞ്ഞുങ്ങളെയും നോക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പരിഗണനയുള്ള കമ്മ്യൂണിറ്റീസും ഹൗസുകളൊക്കെ തുടങ്ങി. അങ്ങനെ ഈശോ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ജീവിച്ചുവോ അതുപോലെ സഭയിൽ ജനങ്ങളെല്ലാവരും സന്തോഷമായിട്ടും സംതൃപ്തിയായിട്ടിരുന്ന് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള, ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ദേവാലയങ്ങളും ഇങ്ങനെ പള്ളിക്കൂടങ്ങളും എല്ലാം ഉണ്ടായി. അങ്ങനെ വന്ന സമയത്താണ് 1996 അന്ന് 36 ഇടവകകൾ, കുറച്ച് തമിഴ് മീഡിയം സ്കൂള്, കുറച്ച് ചെറിയ ഒരു കാര്യങ്ങളെ ഉള്ള ഒരു സ്ഥലത്ത് അന്നത്തെ ആർച്ച് ബിഷപ്പ് നമ്മുടെ പൗത്തിൽ തിരുമേനിയാണ് ഇതൊരു രൂപതയായിട്ട് മാറ്റി തീർക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതും. അങ്ങനെ നവംബർ 11 1996 ഇതൊരു രൂപതയായിട്ട് മാറി തീരുന്നതും, അന്നത്തെ ചങ്ങനാശ്ശേരിയുടെ വികാർ ജനറലായിരുന്ന ആലഞ്ചേരി അച്ഛൻ തക്കല രൂപതയുടെ ആദ്യ മെത്രാനായിട്ട് വരുന്നതും ഉള്ള സംഭവം നമുക്കറിയാം. അന്നു മുതലാണ് തക്കല രൂപത ഒരു വേരുപിടിച്ച് ഒരു ഇരുന്ന ആ സാഹചര്യങ്ങളെയെല്ലാം ഉറപ്പിച്ച് പുതിയ ഒരു ജീവൻ അല്ലെങ്കിൽ പുതിയ ഒരു ശക്തി കൊണ്ട് വളർന്ന് ഇന്ന് ഈ ദിവസം എങ്ങനെ ആയിരിക്കുന്നുവോ അതിൻ്റെയൊക്കെ കാരണമെന്ന് പറയും. ആലഞ്ചേരി പിതാവ് ഈ രൂപതയെ ഏറ്റെടുത്ത ആ നിമിഷം 14 കൊല്ലം ഇവിടെ രൂപതയുടെ മെത്രാനായിട്ട് ഇരുന്ന ആ സമയത്തെല്ലാം ആലഞ്ചേരി പിതാവിൻ്റെ ആ വലിയ പ്രാർത്ഥനയും കഠിന അധ്വാനവും കഷ്ടപ്പാടുകളും എല്ലാം ഈ തക്കല മണ്ണിൽ ഒട്ടേറെ ഉണ്ട്. കാരണം ഒരു ബേസിക്കായിട്ട് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ഒരു രൂപതയെ പണിത് ഉയർത്തി ഇന്ന് എല്ലാം ഒരു രൂപതയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നമുക്കിന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആലഞ്ചേരി പിതാവിൻ്റെ ഒത്തിരി കഠിന അധ്വാനമുണ്ട്, പ്രാർത്ഥനമുണ്ട്. അഭിവന്ധ്യ ആലഞ്ചേരി പിതാവിൻ്റെ കാലത്ത് അന്ന് ചെറുതായിരുന്ന ചെറിയ സ്റ്റേഷൻസ് വലിയ പള്ളികളായിട്ട് മാറുവാനായിട്ട് ഇടയായി. അതോടൊപ്പം തന്നെ പുതിയ പല മേഖലകളിലും ചെറിയ ചെറിയ മിഷനുകൾ ആരംഭിക്കുവാനായിട്ടും ഇടയായി. അങ്ങനെ വളർന്ന സ്ഥലങ്ങളാണ് ചേനങ്കോട്, ആനേടി, കുലശേഖരം, തടിക്കാരങ്കോണം, ബെൻഗിരി, ചീനിവിള, അണമുഖം, കുടക്കച്ചിവിള, മാർത്താണ്ഡം, കുഴിത്തുറ, ചെമ്പോത്തരിശ്, വെള്ളാമ്പി, കുട്ടേക്കോട്, വട്ടക്കോട്ട, കുന്നുവിള, പ്ലാങ്കര തുടങ്ങിയ സ്ഥലങ്ങൾ. ബഹുമാനപ്പെട്ട തോമസ് തക്കല അച്ഛൻ മാടപ്പള്ളിക്കാരനാണ്, ചങ്ങനാശ്ശേരി. അദ്ദേഹം ഈ പ്രദേശങ്ങളിലുള്ള പല സ്ഥലങ്ങളിലെ തുടക്കത്തിനും അതുപോലെ വളർച്ചയ്ക്കുമൊക്കെ ബഹുമാനപ്പെട്ട മരിദാസ് സാറിനോടും എഡ്വിൻസൺ സാറിനോടും ഒപ്പം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട തോമസ് മുട്ടത്തുപാടം അച്ഛനാണ് ഇവിടുത്തെ വികാരി ജനറൽ. അദ്ദേഹം ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആദ്യകാലത്തിൽ ഇവിടെ വന്നയാളും 42 വർഷക്കാലം ഇവിടെ ശുശ്രൂഷ ചെയ്ത ആളുമാണ് ബഹുമാനപ്പെട്ട തോമസ് മുട്ടത്തുകുന്നേലച്ചൻ, പൊൻകുന്നംകാരനാണ്. മറ്റ് അച്ഛന്മാരെ തുടങ്ങി ഒക്കെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ സ്ഥലങ്ങൾ വളർത്തുവാനായിട്ട് വളരെ ക്ഷമാപൂർവം കഷ്ടപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. തക്കല രൂപത കേരളത്തിലുള്ള രൂപതകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ രൂപതയുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതൊരു മിഷൻ രൂപതയാണ്. ആ മിഷൻ രൂപത എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും. അതിനാൽ അതിൻ്റേതായ ഒരു ഹൃദ്യത, മൂല്യം ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ട്.
കേരളത്തിൽ രൂപതകളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമും നമ്മുടെ രൂപതയിലും സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് പോകുന്നു എന്നത് വളരെയധികം അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ ആരാധനാക്രമത്തിലെ ബുക്കുകളും കുർബാനയും എല്ലാം ഈ തമിഴകത്തിൻ്റെ തായ്മൊഴിയിലേക്ക് വിവർത്തനം ചെയ്ത് കാലഘട്ടത്തിനും ഈ പ്രദേശത്തിനും ചേർന്ന രീതിയിൽ നടത്തുകയും പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു സീറോ മലബാർ സഭയുടെ ഒരു അഭിമാനമായി ഈ തക്കല രൂപത നിലകൊള്ളുന്നു എന്നത് ഈ അവസരത്തിൽ പറയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ രൂപതയിൽ തന്നെ ഒരു മെത്രാൻ ബഹുമാനപ്പെട്ട രാജേന്ദ്ര പിതാവ് ഉണ്ടായിരിക്കുന്നു എന്നത് നമുക്കെല്ലാം വളരെ സന്തോഷത്തിനും അഭിമാനത്തിനും കാരണമാണ്. അദ്ദേഹം പടന്താലമൂട് ഇടവക്കാരനാണ്. കേരള അതിർത്തിയിലാണ്. സലേഷ്യൻ സഭാംഗമാണ്. അപ്പോൾ ഈ സലേഷ്യൻ ടച്ചും അതുപോലെ അതിർത്തി ആയതുകൊണ്ട് മലയാളവും തമിഴും ഒക്കെ കൈകാര്യം ചെയ്യുവാൻ നല്ല നൈപുണ്യം, ആളുകളോട് ഇടപെടാനും അതുപോലെ ആതിഥ്യമര്യാദ, ഒത്തിരിയേറെ ഗുണങ്ങൾ അദ്ദേഹത്തിലുണ്ട്. യങ്ങാണ്, ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള ആ പ്രത്യേക കഴിവ് എല്ലാം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട അഭിവന്ദ്യ ആലഞ്ചേരി പിതാവ് ചെയ്തിരുന്ന ശുശ്രൂഷകൾ ഒട്ടും കുറവില്ലാതെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഒപ്പം 2017 ഇന്ത്യ മുഴുവനുള്ള പഴയ അധികാരം സീറോ മലബാർ സഭയ്ക്ക് തിരികെ കിട്ടിയപ്പോൾ മധുര വരെ, കന്യാകുമാരി തൊട്ട് മധുര വരെ ഇതിൻ്റെ അതിർത്തി വ്യാപിച്ചു. അങ്ങനെ തിരുനെൽവേലി, തൂത്തുക്കുടി, രാമനാട്, ശിവഗംഗ, മധുര, വിരുദുനഗർ, തേനി, തെങ്കാശി, ഇങ്ങനെ 8 അഡീഷണൽ ജില്ലകൾ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കപ്പെടുകയാണ്. കന്യാകുമാരി ജില്ലയുടെ പ്രത്യേകത, ഇവിടെ കടലോര ഗ്രാമങ്ങളുണ്ടായിരുന്നു, മലയോര ഗ്രാമങ്ങളുണ്ട്, അതുപോലെ തന്നെ സമനില പരപ്പുകളുണ്ട്. പക്ഷേ ഇവിടെ വന്ന അച്ഛന്മാർക്ക് ഈ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ വിജയമായിട്ട് നമ്മൾ കരുതേണ്ടത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകൾ ആരംഭിക്കുകയും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവർ വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അവർ വെറും ഈ സ്ഥാപനങ്ങളിൽ അവർ ഒതുങ്ങി നിന്നിരുന്നില്ല. അവരെല്ലാവരും വീടുകൾ സന്ദർശിക്കുകയും അവിടെ പാരൻസിനെ അവർ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്തു. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സ്വപ്നം കാണുന്ന രീതിയിൽ അവരെയൊക്കെ ഒരുക്കി എന്നുള്ളതാണ് അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് അവർ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും എല്ലാ മക്കളെയും അവർ സ്നേഹിച്ചും അവർ താലോലിച്ചും അവർ വളർത്തി. അങ്ങനെ അവർ കൊടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു വളർച്ചയിൽ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിച്ച് വളർന്ന് അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി പേര് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥരായിട്ടുണ്ട്, ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, ഒത്തിരി എൻജിനീയേഴ്സ് ഉണ്ട്, സയൻറ്റിസ്റ്റുകൾ, അതുപോലെ തന്നെ വിദേശങ്ങളിലേക്ക് പഠിച്ച് ഉന്നത ജോലികളിലേക്ക് കടന്നുപോയ മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും പഠിച്ച് ഉയർന്നു വരുവാനായിട്ട് കാരണമായത് ഇവിടെ ജോലി ചെയ്തിരുന്ന അച്ഛന്മാരും അതുപോലെ സിസ്റ്റേഴ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുവാനും വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുവാനും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും നമ്മുടെ സ്കൂളുകളിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളുകളിൽ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. അഭിവന്ദ്യ രാജേന്ദ്രൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ
രൂപതയുടെ എല്ലാ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. പ്രധാനമായും ഈ പ്രേക്ഷിത ദൗത്യം 4 മേഖലകളിലൂടെയാണ് ഫാമിലി അപ്പോസ്റ്റലേറ്റ് നിർവഹിക്കുന്നത്. ഹോം മിഷൻ, പിതൃവേദി, മാതൃവേദി, അതേപോലെ സീനായ് ഡി അഡിക്ഷൻ സെൻറ്റർ. ഈ 4 മേഖലകളിലും പ്രേക്ഷിത ദൗത്യം നിർവഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഓരോ മേഖലകളും തുടങ്ങുന്നതും തുടരുന്നതും വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ്. ഒരു മിഷൻ രൂപതയായതുകൊണ്ട് തന്നെ ആദ്യകാലത്തിൽ ഇവിടുത്തെ പിതാക്കന്മാരെ, ആണുങ്ങളെ സമീപിച്ച് അവർ വഴിയായിട്ട് തുടങ്ങിയതാണ് പിതൃവേദി. 1972 കാലഘട്ടങ്ങളിൽ പിതൃവേദി മാത്യു കാവുകാട്ടു പിതാവിൻ്റെ കാലത്ത് പെരിയ ബഹുമാനപ്പെട്ട ലൂയിസ് വെള്ളാനിക്കലച്ചൻ്റെ നേതൃത്വത്തിൽ പിതൃവേദി തുടങ്ങി. തൊട്ട് അടുത്ത വർഷം തന്നെ അച്ഛൻ്റെ തന്നെ നേതൃത്വത്തിൽ മാതൃവേദിയും. പിന്നീട് ഇങ്ങോട്ട് ഇവിടുത്തെ തന്നെ മിഷൻ സാരഥികളായ വലിയ സ്നേഹത്തോടെ ഈ പിതൃവേദിയെയും മാതൃവേദിയെയും നയിച്ചത് പെരിയ ബഹുമാനപ്പെട്ട ജോസ് മുട്ടത്തുകുന്നേലച്ഛനും അതിനുശേഷം പെരിയ ബഹുമാനപ്പെട്ട മാത്യു കുഴിഞ്ഞാലച്ഛനും ഒക്കെയാണ്. സീനായ് ഡി അഡിക്ഷൻ സെൻറ്റർ വഴിയായി അനേകർക്ക് ആശ്വാസവും പ്രചോദനവും നൽകി വരുന്നു തക്കലയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ്. അതുവഴിയായി മാനസിക രോഗികൾക്ക്, അതേപോലെ മദ്യപാനത്തിൽ അടിമകളായിട്ടുള്ളവർക്ക്, ഇനിയും സാധാരണ ജനങ്ങൾക്ക് കൗൺസിലിങ്ങും ആശ്വാസവും കൊടുക്കുന്നതിൽ അങ്ങേയറ്റം ഫാമിലി അപ്പോസ്റ്റലേറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. 2000 മുതൽ ഇങ്ങോട്ട് പ്രോജക്റ്റുകൾ വഴിയായി, അതേപോലെ ഹോം മിഷൻ വഴിയായി വീട് വീടാ കയറിയിറങ്ങി ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുത്ത് അവരുടെ മദ്യപാനത്തിൽ നിന്നും അതേപോലെ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ രക്ഷിക്കാനും സഹായിക്കാനും വളരെയധികം ശ്രമങ്ങൾ രൂപത ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഭാഗഭാക്കുകളാക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്കും വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. ഒരു മിഷൻ രൂപത എന്ന നിലയിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഭയിലെ, പ്രത്യേകിച്ച് കുടുംബങ്ങളിലെ അംഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലും രോഗീ സന്ദർശനത്തിലും സഭയോടുള്ള സ്നേഹത്തിലും എല്ലാം വളർത്തുവാനാണ്. സൗഹൃദം പങ്കിടുക, സഭയോടുള്ള സ്നേഹത്തെ പ്രതി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, വീണ്ടും പുതിയ ഒരു തലമുറയെ, സഭയെ സ്നേഹിക്കുന്ന തലമുറയെ വാർത്തെടുക്കുക, ഇതെല്ലാം ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ദൗത്യങ്ങളാണ്. രൂപതകളിലൂടെ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് സീറോ മലബാർ സഭയിലെ തക്കല രൂപതയുടെ ചരിത്രമാണ്. ഈ ചരിത്രം ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്തയാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.